എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണ് നടന്നത്. സിനിമാ വ്യവസായം കോവിഡിന് ശേഷം വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല ചർച്ചകളിൽ പോയി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല. സിനിമാ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. സിനിമാ വ്യവസായത്തിലെ തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ചേംബർ എടുക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ആ ചേംബറിലെ കഴിഞ്ഞ ചേംബർ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ 6-ാം തീയതി നടന്നത്. ആ മീറ്റിംഗിൽ അപ്പെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേറ്റ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനപ്രമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നത്. അതിന് സിനിമ സമയത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് തന്നെ ചേംബറിലും അവരുടെ കത്ത് തരികയും ആ ചേംബറിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേഴ്സും ഇരിക്കുന്ന എല്ലാ അഫിലിയേഴ്സും പ്രതികരിച്ച എല്ലാവരുടെയും പ്രസിഡന്റുമാർ സെക്രട്ടറിമാരും സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേഴ്സും അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് ചേംബറിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ജി സുരേഷ് കുമാർ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി എല്ലാം അവിടെ സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു ചേംബറിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിക്യൂട്ടീവ് അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഈ ചേംബർ പ്രസിഡന്റായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും ഈ തിയേറ്റർ വ്യവസായം കൊണ്ടു നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ, അതായത് 1-2 സ്ക്രീനുകളുടെ തിയേറ്ററുകൾ, ആ തിയേറ്ററുകൾക്ക് ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ ഫീൽഡ്. വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടു കൂടിയ ആ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിന്റെ അഫിലിയേറ്റ് മെമ്പറായ ചേംബറിന്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പോത് അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നിവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തൊരു കത്തയക്കും 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ഉറപ്പ്. അദ്ദേഹം ചേംബറിന്റെ മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. പിന്നെ ഇനി ഞങ്ങളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂചനാ സമരം നമ്മൾ അനൗൺസ് ചെയ്യും. ഈ സൂചനാ സമരം അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് തീരുമാനിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മറ്റുള്ള അഫിലിയേഴ്സുകളും അതുമാതിരി തന്നെ അതുമാതിരി തന്നെ പ്രൊഡക്ഷനിലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പടം ഏത് ഡേറ്റിലേക്ക് ബ്ലോക്ക് ആവുക എന്നാണ് നോക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഞങ്ങൾ താമസിക്കാതെ ഒരാഴ്ചക്കുള്ളിൽ ആ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്ത് സൂചനാ സമരം കൊടുക്കും. അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള അനുകൂലം. ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളൊരു മേഖലയാണ്. ഇന്നേ വരെ ഇവിടെ ചേംബറിൽ നിന്ന് 2-3 വർഷമായിട്ട് കത്തുകൾ പോയിട്ടുണ്ട്. പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിന്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്ത് പോയിട്ട് ഇന്നേ വരെ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ ഇത് കൂടാതെ കണ്ട് ഇപ്പൊ എന്താ 2025-26 ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസായത്തിന് ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി.
അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേമാതിരി തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള വലിയ ബഡ്ജറ്റിൽ പണം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് 90% പ്രൊഡ്യൂസേഴ്സ്. ഞങ്ങൾക്കറിയാം ചേംബറിലൂടെ പ്രൊഡ്യൂസർ ടൈറ്റിൽ രജിസ്ട്രേഷൻ വരുമ്പോൾ അറിയാം ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തി. അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേംബറിന്റെ അപെക്സ് ബോഡി എന്ന് പറയുന്ന ചേംബർ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പുതുക്കുന്നു. ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ട് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു അംഗം എന്ന നിലയിൽ ഇത് കൂടാതെ ഞങ്ങളുടെ വഴികാട്ടിയൊക്കെ ആയിരുന്ന അദ്ദേഹത്തിന് അറിയാം, അതായത് പറഞ്ഞ ആന്റിൽ ഭാഗം അറിയാം, അദ്ദേഹത്തിന് മാനഹാനി പറ്റും എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്. അതിന് ഒരാഴ്ച സമയം കൊടുത്തിരുന്ന കേൾക്കുമ്പോൾ മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്യണം. അപ്പം അതിന്റെ മറുപടി വരട്ടെ. അപ്പൊ ഒരാഴ്ച കൂടി തന്നെ ഞങ്ങൾക്ക് ഈ സൂചന സമരത്തിന്റെ ഡേറ്റും ഗവൺമെന്റിനെതിരായിട്ട് നടക്കുന്ന ഡേറ്റും അതിന്റെ മെമ്മോറണ്ടൊക്കെ പറഞ്ഞു. അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ചോദിക്കുന്ന അതിന് കാരണം പറഞ്ഞിരുന്നു. എന്ത് കാരണം പറഞ്ഞു, എന്ത് വികാരം കൊണ്ടിരുന്നു അതിലുള്ള കാര്യം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളാണ്. ചേംബറിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആരും അറിയപ്പെടാത്ത ആൾക്കാർ. മിസ്റ്റർ വിജയകുമാറുണ്ട് ഇവിടെ, അദ്ദേഹം ആരും അറിയപ്പെടും. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ അപ്പോൾ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യും. ആ കോണ്ടാക്ട് ചെയ്തൊക്കെ വളരെ മോശമായി കൊടുത്തെന്ന് പറയാം. അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ആരെയും എന്തും പറയാം എന്നുള്ള ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻഡസ്ട്രി ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള തിയേറ്റർ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യട്ടെ. അതായത് ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവെ ആർക്കും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാരണക്കാരില്ല. ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ചേംബറിന് ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യണത്? ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേംബറിന്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണ് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. മനസ്സില? ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളെങ്ങനെ മറ്റുള്ളവരെ അത് ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള ഈ അപ്ഡേറ്റ്സിനെ ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുറിപ്പ് എല്ലാവരും കണ്ടാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങളടുത്ത് അതിനെ പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തിനോട് പറ്റി ചോദിക്കും? അതല്ലേ ശരി. എന്റെ പൊന്നോ, ഇത് പണ്ടും പെപ്റ്റൊന്നും അല്ല സമരം ചെയ്തേക്കുന്നത്. ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കുന്നത്. ഞങ്ങൾക്ക് സെഫ്റ്റിയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട സമരത്തിന്. ഇവിടെ കളിക്കാൻ തിയേറ്ററില്ല, പ്രൊഡക്ഷന്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഷൂട്ട് ചെയ്യും, ആരൊക്കെ നടത്തും. അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി നമുക്ക് വിലയിരുത്താം. പിന്നെ ഇപ്പോഴല്ല അതിനെ പറ്റിയൊരു ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല. ഗവൺമെന്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ, അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങൾ വരും. വന്നിട്ട് ഈ ട്രൈ ചെയ്ത് പോകട്ടെ. ഗവൺമെന്റിന് ആദ്യം മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം പരിഹരിച്ചില്ലെങ്കിലാണ് സമരമായിട്ട് മുന്നോട്ട്. അല്ല, അത് ഈ വൺ ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും. സൂചന പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും. അത്രയും ഡേറ്റ് തീരുമാനിക്കേണ്ടത് ഒരാഴ്ച. ഇന്നിപ്പോൾ ചേംബറിന്റെ അഫിലിയേറ്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. അതിന്റെ എല്ലാം ഭാരവാഹികളും പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ട്. നാളെ 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലിയേറ്റ്സിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുക. അപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ അവർ ഡേറ്റ് ഞങ്ങളെ അറിയിക്കും. ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചേംബർ അനൗൺസ് ചെയ്യും. അന്ന് മലയാള സിനിമ സ്തംഭിക്കും. ഒരു തിയേറ്ററിലും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല. അന്ന് സൂചന പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല, സംഘടനകൾക്കെതിരെയല്ല. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളുണ്ട്.
അത് ഇൻഡസ്ട്രിയായിട്ട് പ്രഖ്യാപിക്കണം. കറണ്ട് ചാർജ് പ്രശ്നമുണ്ട്, തിയേറ്ററുകാരുടെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഡബിൾ നികുതിയുണ്ട്, ട്രിപ്പിൾ നികുതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നുമല്ല. അപ്പൊ അമ്മ സംഘടനയ്ക്കെതിരെ ചേംബർ പറയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സമരത്തിലില്ല. മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല, ഞങ്ങൾ അവരോട് പറയുകയാണ്, ഞങ്ങൾ ഡിമാൻഡ് ഇൻഡസ്ട്രി സർവേ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വേരിയസ് കുറയ്ക്കണം, അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം. അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഉണ്ടാവണം. പലരും ചോദിക്കുന്നത് ക്വാളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തത്. ക്വാളിറ്റി ഉണ്ടാകാത്ത പടങ്ങൾ ഉണ്ടാകാത്തത് നിർമ്മാണ ചെലവിന്റെ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ അല്ല, മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് ആ സൂചനാ പണിമുടക്കിൽ ചർച്ചകൾ നടന്നത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അഫയേഴ്സും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനോട് പല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഒന്ന് കവർ ടാക്സേഷൻ, GST എന്ന വലിയൊരു തോതിലാണ് GST കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ സംസ്ഥാന ഗവൺമെന്റിലൂടെ എന്തെങ്കിലും ടാക്സ് ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് തിയേറ്ററുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. ടോട്ടൽ കളക്ഷൻ്റെ 30% തിയേറ്ററുകൾക്ക് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ 30 രൂപയാണ് ഗവൺമെന്റിലേക്ക് പോകുന്നത്. അതിന്റെ പ്രൊഡ്യൂസർക്ക് 25 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് കിട്ടും. അവിടെ ആ ഒരു സ്ഥിതി മാറണം. എന്ത് കാര്യത്തിനും തിയേറ്ററിനെ കുറ്റിപ്പിഴിഞ്ഞ് കാശ് എടുക്കാമെന്നുള്ള ഒരു സമീപനം ഗവൺമെന്റ് മാറ്റണം. അല്ല, അതായത് നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്യാനല്ല ഇന്നത്തെ പ്രസ് മീറ്റിംഗ്. ഇന്നത്തെ പ്രസ് മീറ്റിംഗ് ഉദ്ദേശം നമ്മുടെ സൂചനാ സമരം എന്താണ്, ആ ഗവൺമെന്റിനെതിരെയാണെന്നും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ തോന്നുന്നു. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് പത്രസമ്മേളനത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു, അതെല്ലാം ഉറപ്പിച്ചു പറഞ്ഞു, ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത്. പക്ഷെ പിന്നെ വന്നത് ജൂൺ നടക്കാൻ പോകുന്ന നടക്കുവേണ്ടി ആവശ്യം വന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റി അത് വളരെ പരിതാപകരമായിരുന്നു. മീഡിയയുടെ സൈഡിൽ ഒപ്പം അതൊരിക്കലും ഞങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ്. ആ സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണേ. അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയത്ത് ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് സമയമില്ലേ? അതിനെപ്പറ്റി ഇപ്പോഴേ പറയണ എങ്ങനെയാണ്? എല്ലാം ഞങ്ങളുടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കുറക്കണ്ട. ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് കുറക്കണ്ട. ഒരാരും തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇനി ആർട്ടിസ്റ്റിന് വേണ്ടി കടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശിച്ചിട്ട്, ചേംബറിന് ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. എങ്ങനെയാണ് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. അതേ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമങ്ങളും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ മറ്റുള്ള പടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഭൂമിയുടെ കാര്യമില്ലേ? ഈ നിർമ്മാതാക്കൾ ഒരു കത്തിന് മറുപടി കൊടുത്തു. ഒരു കത്തിന് മറുപടി കൊടുത്തു. താരസംഘടന എന്ന കത്തിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത്. മറുപടി കൊടുത്തില്ല. കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുത്തു. അവരുടെ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജയൻ ചേർത്തിക്ക് വർക്ക് ചെയ്യുന്ന അവിടുന്ന് ജയൻ ചേർത്ത് 7 ദിവസത്തിനുള്ള മറുപടി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ആ നടപടി എന്തായി? മറുപടി വന്നിട്ടില്ല. 7 ദിവസം ആകുന്നേ ഉള്ളൂ. 7 ദിവസമായി. 3 ദിവസം അയച്ചാൽ തന്നെ മറുപടി 7 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. മറുപടി വന്നില്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അതൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു കാര്യങ്ങൾ വ്യക്തത. നിർമ്മാതാക്കളുടെ സംഘടന 2 സെക്രട്ടറിയാണ്. ഈ ഇപ്പം ഒരു താരത്തെ ഉണ്ടാക്കുന്ന നിർമ്മാതാവാണ്. താരോദയം ഉണ്ടാകുന്നത് തിയേറ്ററിൽ നിന്നാണ്. അതിന് യാതൊരു ഡൗട്ടില്ല. എന്നിട്ടും ഈ താരങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കാതെ വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള നിർമ്മാതാക്കൾ ആ താരത്തെ, ചില നിർമ്മാതാക്കൾ ആ താരത്തെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പൈസ പറയാനുള്ള ഒരു അധികാരമില്ലേ? ഒരു ചോദ്യമാണ്. എനിക്ക് ആ താരത്തെ വെട്ട് വേണം, എനിക്ക്. അപ്പൊ നിർമ്മാതാക്കൾ അയാളുടെ കുറെ പോകാതിരിക്കുന്നത് ഏറ്റവും ഉചിതം. അതെ, അതാണ് പറഞ്ഞത് തന്നെയാണ്. സെയിമല്ല പറഞ്ഞത്. അതായത് ആവശ്യമുള്ളവര് സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ചിരിക്കില്ല.
പിന്നീട് പൈസ കൂടിയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നിർമ്മാതാക്കൾ തന്നെ കംപ്ലൈന്റ് പോയി. എന്റെ പൊന്നലി, ഞാൻ പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം ഒരാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവർക്കും അറിയാം, പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ കാര്യമുള്ളത്. ഇന്ന് ആരഭിനയിച്ചാലും OTT ചെയ്തില്ല, സാറ്റലൈറ്റ് ചെയ്തില്ല, മറ്റുള്ള കച്ചവടങ്ങളില്ല. പിന്നെ എന്തിനാണ് താരങ്ങൾ? ഞങ്ങളുടെ ചോദ്യത്തിന് താരങ്ങളെ എപ്പോഴാണ് കൂടുതൽ ചോദിക്കുന്നത്? അവരുടെ സക്സസ് ആകുമ്പോൾ കൂടുതൽ റെമുനറേഷൻ ചോദിക്കുന്നത്. ഒരു പടം സക്സസ് ആയി, ഒരു കോടിയിൽ നിന്ന് 5 രണ്ടാമത് പടം സക്സസ് ആയി 10 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടിയോ? അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പടം സക്സസ് ആയി, പ്രേമ 1 കോടി, ആ ഹീറോ 1 കോടി ചോദിച്ചു, അടുത്ത പടം കൂടി 5 കോടി ചോദിച്ചു, കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ്. അയാൾക്ക് 5 പടം പൊട്ടിയാൽ അയാൾ 5-ൽ നിന്ന് 10 പോകണം, 10-ൽ നിന്ന് 1-ലേക്ക് ഇറക്കണം. അതിന് മറുപടി നിങ്ങളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റും മറുപടി കൂടി നിങ്ങൾ പറയണം. ചോദിച്ചിട്ട് നിങ്ങളൊരു എഗ്രിമെന്റിൽ അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ നിങ്ങളുടെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ ഞങ്ങൾക്ക് ലാഭം ഉണ്ടായി ഞങ്ങൾ ഒരു വീതം തരാമെന്നൊരു എഗ്രിമെന്റ് ഇപ്പൊ നിങ്ങൾ എഗ്രിമെന്റിലേക്ക് വന്നാൽ രാകേഷ് അവിടെ നിന്ന് ഒരു കത്ത് അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരം 30% ഡ്യൂറിങ് ഷൂട്ടിംഗ്, 40% ഡ്യൂറിങ് ഡബിംഗ്, 30% ബിഫോർ റിലീസ്. അത് അവർ പാലിക്കണം വേണ്ടിയോ? എഗ്രിമെന്റ് ഞങ്ങൾ മാത്രം പാലിച്ചാൽ പോയല്ലോ, അവരും പാലിക്കണം വേണ്ടിയോ? പിന്നെ അവർ ഒരു പ്രൊമോഷന് വരണ്ടേ? നിങ്ങൾ തന്നെ പറയാം, ഒരു പ്രൊമോഷന് വേണ്ടയോ വേണം. അപ്പൊ അതും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് റെമുനറേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രൊമോഷന് പോവാ, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിന്. അത് വളരെ വ്യക്തമായിട്ട് ആ കത്തില് പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ആ പൈസ മേടിച്ചു തരാന്ന്. അപ്പൊ ആ ഗ്യാരണ്ടി ഏക്കണ്ടേ? ഒന്നും സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ചോദ്യം ചോദിച്ച താങ്കൾ ഒന്ന് മറുപടി പറഞ്ഞു തന്നാൽ പഴയ പ്രൊഡ്യൂസറാണ് ഞാനൊന്ന് ഫോളോ ചെയ്യാം, ഞാൻ ഒരു പടം എടുക്കാൻ ശ്രമിക്കാം, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എഗ്രിമെന്റ് ഉണ്ട്, പാലിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റ് എത്ര വേണമെങ്കിലും രാകേഷ് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ പോയാൽ തരും. നിങ്ങളുടെ കയ്യിൽ വേണോ? 100 എഗ്രിമെന്റ് വേണോ? പിന്നെ നിങ്ങൾ ഞാൻ നിർമ്മാതാവായിട്ട് എന്നെ വെച്ച് പണിയെടുക്കാൻ പറ്റുമോ? ഞാൻ നിർമ്മാതാവായിട്ട് നിങ്ങളെ വെച്ച് പണിയെടുക്കാൻ പറ്റുമോ? ഓഡിയൻസ് വേണ്ടേ? താരങ്ങളല്ല, ഓഡിയൻസ് വേണോ വേണ്ടോ? ഞാൻ നിങ്ങൾ അഭിനയിച്ച പടം ഓടോ? അതുകൊണ്ടാണ് ദയവേത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പണിക്കും ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായി. ഇതൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ അതല്ല, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ഇല്ല, വേറെ ഒന്നുമല്ല. പറയേണ്ട മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തിന് താരങ്ങളെടുത്ത് പോയിരുന്നു? OTT സാറ്റലൈറ്റ് വില ഉണ്ടായിരുന്ന സമയത്താണ് പോയത്, ഇപ്പൊ അതില്ല. അത് കാരണം താരങ്ങൾ എല്ലാ മാസവും കണക്ക് ചെറുതും വലുതുമായ പടങ്ങളുടെ സിനിമ സംസ്കാരം ഉണ്ടാവും. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഓണക്കൂടിയല്ല.